അഡ്വക്കേറ്റ് അസ്ക, സഖാവ് പി ജയരാജൻ എന്തിനാവും കൊടുങ്ങല്ലൂർ ക്ഷേത്രം സന്ദർശിച്ചത്? അത് ക്ഷേത്ര ദർശനം നടത്തിയിട്ടില്ല എന്ന് പറയുന്നത്, ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകരചനയുടെ ഭാഗമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സന്ദർശനം, കാരണം ഈ മാസം അവസാനം പ്രകാശനം ചെയ്യുന്ന പുസ്തകമാണ് അത്. ആ പുസ്തകം ഞാൻ നേരത്തെ പറഞ്ഞു പ്രിൻറ്റിങ് സ്റ്റേജിലായിരിക്കും ഏറ്റവും ചുരുങ്ങിയ പക്ഷം, അല്ലാതെ ഈ മാസം അവസാനം ഇറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പഠനത്തിൻ്റെ ഭാഗമായിട്ട്, പുസ്തക രചനയ്ക്ക് ആധാരമായിട്ടുള്ള പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രം സന്ദർശിച്ചത് എന്ന് പറയുന്നത് എന്തെങ്കിലും അർത്ഥമുണ്ടോ അഡ്വക്കേറ്റ് അസ്ക? ഇപ്പൊ പി ജയരാജൻ പറഞ്ഞ വിശദീകരണത്തോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഈ ഘട്ടത്തിൽ. എന്തുകൊണ്ടെന്നാൽ പി ജയരാജൻ അടുത്തറിയുന്ന ആളുകളിലേക്ക് അദ്ദേഹത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം ഒരുപക്ഷെ ആത്മീയ അന്വേഷണത്തിന്റെ സമയമായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം ഒരു തിരിച്ചറിവിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് സംശയകരമാകുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇപ്പൊ പി ജയരാജൻ പറഞ്ഞത് സനാതനികളുടെ ഹിന്ദുത്വ വഴികളെ സംബന്ധിച്ച് ഉള്ള ഒരു പുസ്തകരചനയുടെ ഭാഗമായി പോയിട്ടുണ്ടെന്നുള്ളത്. നമുക്കിപ്പോ ടെക്നോളജിയൊക്കെ വളരെ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പുസ്തകം രചിക്കുന്നത് അല്ലെങ്കിൽ അത് പ്രിന്റിംഗ് സ്റ്റേജിലേക്ക് എത്തിക്കുന്നതിന് ഇത്രയും വലിയ സമയമൊന്നും ആവശ്യമില്ല എത്ത ഒരു ഘട്ടത്തിലേക്ക് നാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹം പുസ്തകരചനയുടെ ഭാഗമായി സ്ഥലം സന്ദർശിക്കുകയും പഠിക്കുകയും ചെയ്തു എന്നത് സംബന്ധിച്ച് വിശ്വസിക്കാനാണ് ഞാൻ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത്. മറിച്ച് ഇതില് നേരത്തെ സി കെ രവിശങ്കർ പറഞ്ഞ ഒരു അഭിപ്രായം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഇന്നലെയും ഇന്നുമായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വാദം പറയുന്നതിനുള്ള സാഹചര്യത്തിൽ നേരത്തെ കൊടുത്ത സത്യവാങ്മൂലത്തിന് വിരുദ്ധമായി തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോ വാദം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഇപ്പോ നിലവിൽ സുപ്രീം കോടതിയിൽ വാദം പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമുക്കിപ്പോ ഓൺലൈനിലൊക്കെ അതിന്റെ ആർഗ്യുമെന്റ്സ് അവൈലബിൾ ആണ്. അപ്പൊ അതിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചു കൊണ്ട് തന്നെയാണ് ഇപ്പൊ നിലവിലുള്ള സർക്കാരിന്റെ നിലപാടായി സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടേണ്ട വസ്തുതയല്ല. കാരണം നേരത്തെ കൊടുത്ത സത്യവാങ്മൂലത്തോടൊപ്പം തന്നെയാണ് വാദം. പക്ഷേ തെരഞ്ഞെടുപ്പ് ഘട്ടമെത്തിയപ്പോ സ്ത്രീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് വിശ്വാസ സമൂഹത്തിന്റെ ഭൂരിപക്ഷ മതത്തെ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമായി രാഷ്ട്രീയ ചുതി ഉണ്ടാക്കാം എന്ന ഒരു ശ്രമം നടത്തി എന്നുള്ളതിനപ്പുറം വീണ്ടും പഴയ നിലപാടിലേക്ക് തന്നെ സംസ്ഥാന സർക്കാർ പോയി എന്നാണ് സുപ്രീം കോടതിയിൽ ആ കേസിൽ ഹാജരാകുന്ന CPIM-ഉം അതുപോലെ തന്നെ ഇപ്പൊ നിലവിലുള്ള സംസ്ഥാന സർക്കാരാണല്ലോ സംസ്ഥാന സർക്കാരിന് വേണ്ടിയാണ്. പക്ഷെ സർക്കാർ മാറിയിട്ടുണ്ട്, പുതിയ തെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ട്, സുപ്രീം കോടതി അറിയിച്ചിട്ടുമുണ്ട് ഈ ഘട്ടത്തിൽ. അപ്പോൾ നിലപാട് മാറുന്നത് സംബന്ധിച്ച് തീരുമാനം പുതിയ ഗവൺമെന്റ് എടുക്കണം എന്ന അഭിപ്രായം കൂടി സംസ്ഥാന ഗവൺമെന്റ് വേണ്ടി ഹാജരായ കൗൺസിൽ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിലപാട് തന്നെയാണ്. അപ്പോൾ അതൊരു ഇരട്ടത്താപ്പ എന്ന് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഭൂരിപക്ഷ സമുദായത്തെ എങ്ങനെ ഏകോപിപ്പിക്കാൻ കഴിയും എന്ന ശ്രമം നടത്തി, ആ ശ്രമം പരാജയപ്പെട്ട് നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ടാണ് നാം ഇപ്പൊ സംസാരിക്കുന്നത്. മാത്രമല്ല പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അങ്ങ് കൊടുത്തിരിക്കുന്ന ഈ മാർക്സിൽ നിന്ന് മഹർഷിയിലേക്കോ എന്ന വലിയ ചോദ്യം ഉണ്ടല്ലോ, അത് ഒരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും. ഞാൻ വളരെ വ്യക്തിപരമായി തന്നെ പറയാം, ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എല്ലാ ഘട്ടത്തിലും ഏറ്റവും മികച്ച വിശ്വാസിയായി മാറാനുള്ള സാഹചര്യം. കാര്യം നമുക്ക് പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെയും ചരിത്രം പരിശോധിച്ചാൽ തന്നെ അവർ ആദ്യകാലത്ത് എത്തിയസ്റ്റോ അല്ലെങ്കിൽ ആയിട്ടൊക്കെ തന്നെ ജീവിച്ചിരുന്ന പലരും പിൽക്കാലത്ത് വളരെ കൃത്യമായി ആത്മീയ പാതയിലേക്ക് പോയി നല്ല ആത്മീയ അന്വേഷകരായി മാറിയ കാലം തന്നെയുണ്ട്. അപ്പൊ അത് പലരുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോ പി ജയരാജൻ അത്തരം ചില മാറ്റങ്ങൾ അദ്ദേഹത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ അതൊരു സ്വാഗതാർഹമായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാര്യം മാർക്സിയൻ ദർശനത്തിൽ നിന്ന് വിട്ടുപോകുന്നു എന്നൊരു തെറ്റിദ്ധാരണ കാര്യത്തിൽ വരുത്തേണ്ട കാര്യമില്ല. മാർക്സിയൻ ഐഡിയോളജിയിൽ എല്ലാ കാലത്തും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്യാണ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്നർത്ഥം. അതിന് ആ സാഹചര്യത്തിൽ മാർക്സ് എഴുതുന്ന പുസ്തകത്തിന്റെ ആ സാഹചര്യത്തിൽ അന്ന് ഉണ്ടായിരുന്ന ലോകത്താകമാനം ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ക്രൈസ്തവ സഭകൾക്കെതിരെയുള്ള, കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള രോദനത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ഭാഷ കൂടിയായിരുന്നു. കാര്യം കത്തോലിക്ക സഭയ്ക്ക് ലോകത്താകമാനം ഉണ്ടായിരുന്ന സ്വാധീനവും ഭരണകൂടങ്ങൾക്ക് മേലുണ്ടായിരുന്ന നിയന്ത്രണവും ഒക്കെ കണ്ടുകൊണ്ടാണ് ഒരുപക്ഷെ അത് ഭരണകൂടങ്ങളെല്ലാം ബൂർഷ്വാ ഭരണകൂടങ്ങളായിരുന്നു അന്ന് ലോക ക്രമത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ടുമാണ് മാർക്സ് അത്തരത്തിലും ഒരു
വ്യാഖ്യാനം നൽകേണ്ടി വന്നിട്ടുള്ളത്. പിൽക്കാലത്ത് സഖാവ് EMS അടക്കം അത് അത്തരത്തിലാണ് അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്ന അർത്ഥത്തിൽ അതിനെ, അതുകൊണ്ട് തന്നെ മാർക്സിസ്റ്റുകൾക്ക് മതവിശ്വാസം പാടില്ല എന്ന തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ആ തെറ്റിദ്ധാരണയാണ് ഒരുപക്ഷെ പി ജയരാജൻ ഇപ്പോ ക്ഷേത്ര ദർശനത്തിൽ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണല്ലോ പിണറായി വിജയന്റെ മകൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്. അതൊരുപക്ഷെ സ്വന്തം മകനെ പോലും തന്റെ രാഷ്ട്രീയ ബുദ്ധിക്കനുസരിച്ച് അല്ലെങ്കിൽ തന്റെ ഐഡിയോളജിക്ക് അനുസരിച്ച് വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിനായില്ല എന്ന ഒരു വലിയ പരിമിതി ആണ് ചൂണ്ടിക്കാണിക്കുന്നത്. മകൻ ഒരുപക്ഷെ പ്രായപൂർത്തിയായതിനു ശേഷം ക്ഷേത്രത്തിൽ പോവാ, അങ്ങനെ ആവാനുള്ള സാധ്യതയല്ല. ഒരുപക്ഷെ പിണറായി വിജയനും കുടുംബവും തന്നെ. ഞാൻ ആമുഖത്ത് തന്നെ പറഞ്ഞത് ഇവർക്കെല്ലാം വിശ്വാസമുണ്ട്, പക്ഷെ ഇവർക്ക് പരസ്യമായിട്ട് അത് പ്രകടിപ്പിക്കാൻ പറ്റില്ല. ഇവർ പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാ? ഭാര്യമാർ വഴി, അല്ലെ മക്കൾ വഴി. ഇവരുടെ ആഗ്രഹ പിന്നെ പൂർത്തീകരണത്തിനായിട്ട് ഇവർ ഭാര്യയെ അയക്കുന്നു, മക്കളെ അയക്കുന്നു, അടുത്ത ബന്ധുക്കളെ അയക്കുന്നു. ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇല്ലാത്ത ഏതെങ്കിലും ഒരു സഖാവ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ ചെയ്യാത്ത ഏതെങ്കിലും ഒരു സഖാവ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ചിലപ്പോൾ ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകും കേട്ടോ. ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിലൊക്കെ ഇങ്ങനെ അത് ഹൃദയത്തിലേറ്റ് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവർ ആ പറഞ്ഞിടത്ത് തന്നെ ഉറച്ചു നിൽക്കുകയായിരിക്കും. പക്ഷേ ഇപ്പം നോക്കൂ, നമ്മുടെ വർത്തമാനകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവരെല്ലാം അവരുടെ നിലപാടിൽ നിന്ന് മാറിയിരിക്കുകയല്ലേ, അല്ലേ? അല്ല, നിശ്ചയമായും അത് തന്നെയാണ്. പലപ്പോഴും കുടുംബാംഗങ്ങളിലൂടെ ദൈവ ചൈതന്യം കാംക്ഷിക്കുന്നതിനു വേണ്ടി ശ്രമിക്കുന്ന മൂഢന്മാരായിട്ടുള്ള മനുഷ്യരാണ്. കാരണം യഥാർത്ഥത്തിൽ എന്താണ് ആത്മീയത, അല്ലെ എന്താണ് അത്തരത്തിൽ ദൈവചിന്ത എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സാധാരണ മനുഷ്യന്റെ ചിന്തകളിൽ നിന്നുകൊണ്ടാണ് ഒരുപക്ഷെ കുടുംബാംഗങ്ങളിലൂടെ വരുന്നത്. ഒരാൾക്ക് കൃത്യമായി ആത്മീയ ചിന്തകൾ ഉണ്ടാവണമെങ്കിൽ അവനവൻ തന്നെ നോക്കണം. അതുകൊണ്ടാണല്ലോ തത്വമസി എന്ന് പറയുന്നത്. അപ്പം അവനവനിലേക്ക് നോക്കാത്തിടത്തോളം കാലം ഒരിക്കലും ഞാൻ എപ്പോഴും കരുതുന്നത് ഏറ്റവും മികച്ച മാർക്സിസ്റ്റിന് മാത്രമേ ഏറ്റവും മികച്ച മനുഷ്യസ്നേഹിയും ഏറ്റവും മികച്ച ആത്മീയ അന്വേഷകനും ആവാനാകൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റവും ധൈര്യവുമാണ് ഒരുപക്ഷെ ഇപ്പൊ വർത്തമാനകാല CPM നേതാക്കന്മാർക്ക് ഇല്ലാതെ പോകുന്നത് എന്നുള്ളതാണ്. പലരും അത് പറയാൻ ധൈര്യപ്പെടില്ല. കാരണം അവർ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് മാർക്സ് പറഞ്ഞിരിക്കുന്നത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്നുള്ളത് കൊണ്ട് മതത്തെ നിന്നും ഒരു കൈപ്പാടകലെ മാറി നിൽക്കണം. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കഴിഞ്ഞ നിയമസഭാ സീറ്റിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ മണ്ഡലങ്ങളും അവിടുത്തെ ഭൂരിപക്ഷ സമുദായവും പരിശോധിച്ചാൽ CPM അതിന് ബദൽ മാർഗങ്ങളായിരുന്നല്ലോ. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് മത്സരിക്കാൻ പാടില്ലല്ലോ. അദ്ദേഹത്തിന് മത്സരിക്കാൻ ഒരുപക്ഷെ ചാത്തന്നൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിന് സംസ്ഥാന നേതാവ് നിലയിൽ തെരഞ്ഞെടുക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ബേപ്പൂർ തെരഞ്ഞെടുക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി ബോധ്യപ്പെടാവുന്നതാണ്. അതൊരു കൃത്യമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കേരളത്തിൽ ചിട്ടപ്പെടുത്തിയെടുക്കുന്നതിൽ CPM-നും ഇടതുപക്ഷവും കഴിഞ്ഞേ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയും ഉള്ളൂ എന്നുള്ളതാണ്. എവിടെയാണോ ഭൂരിപക്ഷ സമുദായം ഉള്ളത് ആ ഭൂരിപക്ഷ സമുദായത്തിന്റെ പ്രതിനിധിയെ തന്നെ ആയിരിക്കും അവിടെ മത്സരം. ഗുരുവായൂർ മറ്റൊരു ഉദാഹരണം തന്നെയാണ്. ഗുരുവായൂരിൽ അത്തരത്തിൽ തന്നെയാണ് പരിശോധിക്കുന്നത്. അല്ല, ആ പരിശോധനകളാണ് ഒരുപക്ഷെ ഈ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഒരുപക്ഷെ CPM മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്ര ദർശനം, അതുപോലെ ഈ ക്ഷേത്ര സന്ദർശനം, പി ജയരാജന്റെ ഭാഷയിൽ പറഞ്ഞ ക്ഷേത്ര സന്ദർശനം, ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ പരസ്യമാക്കപ്പെടില്ലേ? അല്ലെ, അതിനുള്ള സാധ്യതയല്ലേ കൂടുതൽ? അല്ല, നിശ്ചയമായും ഒരുപക്ഷെ ഈ പുറന്തോട് പൊട്ടി നിൽക്കുന്ന CPM-ന്റെ സാഹചര്യത്തിൽ ഇതുപോലെ ഒരുപക്ഷെ നേതാക്കന്മാരും മറ്റും ഇനി തുറന്നു തന്നെ വിശ്വാസ സമൂഹത്തിലേക്ക് എത്തപ്പെടാനുള്ള സാഹചര്യമാണ് കാണുന്നത്. അല്ലാതെ CPM-ന് ഇനി പിടിച്ചു നിൽക്കാനാവില്ല. കാരണം എങ്ങനെ ഒക്കെ ഇനി പുതിയ കാപട്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ വിതറാൻ കഴിയുമോ എന്നുള്ളതാണ് കാര്യം. നമുക്കറിയാം CPM ഒരു കാലഘട്ടത്തിൽ ആദ്യ 80-കളിലൊക്കെ പറഞ്ഞു വെച്ചിരുന്നത് ക്ഷേത്രങ്ങളുടെ ഒക്കെ കൈപ്പാടകലെ നിൽക്കുന്നതായിരിക്കണം പാർട്ടി അംഗങ്ങളും പാർട്ടി നേതാക്കന്മാരും എന്നുള്ളതായിരുന്നെങ്കിൽ അവിടെ നിന്ന് മാറി ക്ഷേത്ര കമ്മിറ്റികളും അതുപോലെ തന്നെ ക്ഷേത്ര ഉപദേശക സമിതികളും ഒക്കെ തന്നെ പിടിച്ചെടുക്കുന്നതിന് ആഹ്വാനം ചെയ്ത പാർട്ടി കൂടിയാണ് CPM ഒരു ഘട്ടത്തിൽ. അപ്പൊ ഇപ്പൊ നിലവിൽ ഇനി ക്ഷേത്രങ്ങളിലേക്ക് കൂടി എത്തുക എന്നുള്ള ഒരു പുതിയ കാലഘട്ടത്തിലേക്കാണ് CPM മാറുന്നത് എന്ന അങ്ങയുടെ നിരീക്ഷണത്തോടൊപ്പം നിൽക്കുകയാണ് ഞാനിത്. അത് തന്നെയാണ്. പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ അദ്ദേഹം പറഞ്ഞതിൽ വിശ്വസിക്കുക എന്നുള്ളതിനപ്പുറം
ഒരുപക്ഷെ അദ്ദേഹം ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് ദർശനം നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിനെയും നമുക്ക് കുറ്റം പറയേണ്ട കാര്യമില്ല. കാര്യം ഒരുപക്ഷെ അദ്ദേഹത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റം, ആ മാറ്റത്തെ സ്വാഗതം ചെയ്യാനാണ് ഞാൻ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ കുറ്റം പറയുന്നില്ല, ഞങ്ങളെയാണ് കുറ്റം പറഞ്ഞത്. എന്തിനാണ് ഇത് ഷൂട്ട് ചെയ്ത് കാണിച്ചത്? അതിലുള്ള അരിശമാണ് അദ്ദേഹം തീർത്തത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ.